യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ വിശുദ്ധ എവങ്കേലിയോനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം. ജീവന്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ശ്ലീഹ നോമ്പിന്റെ ദിനങ്ങളാണ്, സുവിശേഷീകരണമാണ്. യേശു തൻ്റെ ജനതയെ, ശിഷ്യഗണങ്ങളെ, തന്നെ അനുഗമിക്കുന്നവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്ന് ഓർപ്പിക്കുന്നു. എന്ന് സുവിശേഷം നിർത്തുന്നവോ അന്ന് ക്രിസ്തീയ ജനത മുരടിക്കുകയും അങ്ങനെ ഗ്രാജുവലി അതിൻ്റെ എൻഡാകുകയും ചെയ്യുമെന്ന് ആമുഖത്തിൽ ഓർപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ മഹത്വീകരണം, അതിന് പുറപ്പെടുന്ന മനുഷ്യനും ദൈവത്തിന്റെ വിളി കേട്ട് അവന്റെ വചനത്തിനനുസരണമായി ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യനും കുടുംബങ്ങളും ദൈവത്താൽ സംരക്ഷിതമാകുമെന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ ജീവന്റെ വചനം 16-ാം വാക്യം മത്തായിയുടെ സുവിശേഷം 20-ന്റെ-16 പറയുന്നത് ഇങ്ങനെയാണ്: പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. എന്തുകൊണ്ടെന്നാൽ വിളിക്കപ്പെട്ടവര് അനേകര്, തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമെന്ന്. ദൈവത്തിന്റെ വിളി കേട്ട് അതിനോട് റെസ്പോൺസ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ സുവിശേഷ മക്കളായി ഞാനും നിങ്ങളും തീരുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ 18-ാം നൂറ്റാണ്ടില് സെന്റ് ആൻഡ്രൂസ് ആംഗ്ലിക്കൻ ചർച്ച് സ്കോട്ട്ലൻഡില് ആഫ്രിക്കയിലെ വേദനകൾ അറിയിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മിഷണറി വന്ന് പ്രസംഗിച്ചു. ആർക്കെങ്കിലും ആഫ്രിക്കയിൽ വന്ന് യേശുവിന് വേണ്ടി അവന്റെ വചനത്തെ പ്രഘോഷിപ്പിക്കാൻ തയ്യാറാണ്? ഒരു ബാലൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഐ ആം റെഡി, ഐ ആം റെഡി, ഐ ആം റെഡി. ആ കുട്ടിയെ മെഡിക്കൽ ഡോക്ടറായി പഠിപ്പിക്കാൻ വിട്ട് ആഫ്രിക്കയിൽ ചെന്നു. യേശുവിന് സാക്ഷിയായി അനേകര് ക്രിസ്തുവിലായി തീർന്നു. ഒരു ട്രൈബ് മാത്രം അതിനോട് യോജിക്കാതെ ഒരു രാത്രി വന്ന് പറഞ്ഞു, നെക്സ്റ്റ് ഡേ ഡേവിഡ് ലിവിങ്സ്റ്റൺ തൻ്റെ അനുഗാമികളെ എല്ലാം ഞങ്ങൾ തൻ്റെ ടെന്റിൽ കൊന്നെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഡേവിഡ് ലിവിങ്സ്റ്റണും കൂട്ടുകാരും മുട്ടിന്മേൽ നിന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു, നാഥാ, നിനക്ക് വേണ്ടിയാണ്, നിന്റെ വിളി കേട്ടാണ് ഞാൻ അനുസരിച്ച് ഇവിടെ കടന്നു വന്നത്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, നെക്സ്റ്റ് ഡേ ആരും ആ ടെന്റിൽ വന്നില്ല. അതിന് അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ സ്കോട്ട്ലൻഡിൽ ചെന്ന അതേ ദേവാലയത്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ സെക്രട്ടറി ചോദിച്ച ചോദ്യമുണ്ട്, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? കറക്റ്റ് ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്റെ ഡയറി എടുത്ത് അതേ ദിവസവും അതേ സമയം പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞൊരു സത്യമുണ്ട്. അന്ന് അതേ സമയം ഞങ്ങൾ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തില് 39 വ്യക്തികള് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്തെത്ര നിന്നെ കൊല്ലുവാനായി ആ ട്രൈബൽ നേതാവും മറ്റുള്ളവരും കടന്നു വന്നപ്പോൾ 39 അതിഭീകരന്മാരായ മാലാഖമാർ ടെന്റിന് ചുറ്റും നിൽക്കുന്നത് കണ്ട് അവർ പോകുകയാണ് ഉണ്ടായത്. നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന മഹാദൈവമേ, നീ ഞങ്ങളെ എല്ലാം വിളിക്കപ്പെട്ടത്, വേർതിരിക്കപ്പെട്ടത് നിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിൽ കൂടിയും വചനങ്ങൾ കൂടിയും നിന്നെ സുവിശേഷീകരിക്കുവാനുമാണ്. നാഥാ, ഡേവിഡ് ലിവിങ്സ്റ്റനെ മരണവേദിയിൽ നിന്ന് രക്ഷിച്ച 39 സ്വർഗീയ മാലാഖമാരെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഏത് ചാലഞ്ചിങ് സിറ്റുവേഷനിലും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഭയെയും നിന്റെ മക്കളെയെല്ലാം സംരക്ഷിക്കുന്ന നാഥാ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരമരുളട്ടെ, ഞാൻ പോകാം എന്ന്. എല്ലാവരെയും
യേശു അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ